ഗായ്സ്, വെൽക്കം ടു ടക്കോസ് വേൾഡ്. ഇന്നില്ലേ എന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കുഞ്ഞെന്നെ കരയുന്നതെന്നല്ലേ ഒന്നും പറയണ്ട. രാവിലെ തന്നെ ഭയങ്കര വാശിയും കാര്യങ്ങളോ. സാധാരണ ഇങ്ങനെ ഇല്ലാത്തതാണ്, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വാശിയും കാര്യങ്ങളും. അപ്പോൾ അതേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ കുറേ പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ള ജോലി എന്ന് വെച്ചാൽ തുണി അലക്കണം, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുളിക്കണം, പിന്നെ ഞങ്ങൾക്കൊന്ന് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പറയാമോ ഇല്ല കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര വാശിയിലും പിടിവാശിയിലും ഒക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി പോയി തുണി അലക്കി കുളിച്ച് തിരിച്ച് കയറി വന്നു കേട്ടോ. ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച ഉടനെ ഞാൻ ഉച്ചയ്ക്കും ചെവിയുടെ പുറകിലും മൂക്കിലിങ്ങനെ സ്മെല്ല് ചെയ്യാൻ ഞാൻ പറയും കേട്ടോ. രാസ്നാദി എന്ന് പറയുന്ന ഒരു പൗഡറാണ്, എല്ലാവർക്കും ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും. ഇത് മറ്റേ നെറുകയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും കേട്ടോ, നല്ലതാണ്. ഞാൻ അവിടെ കുഞ്ഞുനാൾ തൊട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ വന്നു, ടെറസിൽ കൊണ്ട് തുണിയെല്ലാം വിരിച്ച് ഇവിടാണ് കേട്ടോ തുണി വിരിക്കുന്നത്. ഒത്തിരി തുണി ഉണ്ടെങ്കിൽ ടെറസിൽ കൊണ്ട് വിളിക്കും, ഇച്ചിരി ഉള്ളെങ്കിൽ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിളിക്കും കേട്ടോ. അങ്ങനെ റൂമിൽ വന്നപ്പോൾ ഞാൻ കരുതി ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും ഉണ്ട്. നിങ്ങളോർക്കും വലിയ എന്തോ കാര്യമാണ് ഗെറ്റ് റെഡി വിത്ത് മീ. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് കോതി കെട്ടും, ഒരു പൊട്ട് വെക്കും, പിന്നെ ഒരു സിന്ദൂരം തോന്നും. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അതിപ്പോൾ വീട്ടിൽ നിന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പുറത്ത് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനല്ലാതെ സെപ്പറേറ്റായിട്ട് മറ്റേ ലിപ്സ്റ്റിക്ക്, ഐലൈനർ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എനിക്കിങ്ങനെ ഒരുങ്ങാനൊന്നും വലുതാക്കി അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഓർത്ത് ഉച്ചക്കത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ക്യാരറ്റ് കിട്ടി. അപ്പോൾ കുഞ്ഞിന് കേക്ക് വേണമെന്ന് പറഞ്ഞ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്കും കഴിച്ച് എന്നിട്ട് ഞാൻ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങി കേട്ടോ. ഈ ചോപ്പർ കണ്ടോ, ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക്. ഇതിൻ്റെ അകത്ത് കൊണ്ട് ക്യാരറ്റ് ഇട്ട് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ എല്ലാം പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോപ്പായി കിട്ടും. നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ, ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. അങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്ത്, പിന്നെ എനിക്കിവിടെ ചിരവയൊന്നും ഇല്ല കേട്ടോ, പകരം കൈച്ചിരവയാണ്. ഞാനിങ്ങനെ ചിരവി എടുക്കുന്നത്, ഒത്തിരി നേരം എടുക്കും, ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ പുറകെ ക്യാരറ്റ് തോരനും വെച്ച്, പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലത്തെ മീനുണ്ടായിരുന്നു, അതായത് മീൻ കറിയും വെച്ച് ഞാനും കുഞ്ഞും കൂടി കഴിച്ചു കേട്ടോ. കഴിച്ച് കുഞ്ഞ് കിടന്നുറങ്ങി. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര നേരമേ ഉള്ളൂ. ഇനിയും വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യാത്തത്. കുഞ്ഞ് ഉറക്കമായി. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.